നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വെച്ചിട്ട് സ്പോട്ടിഫൈ മാർക്കറ്റിംഗ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇറ്റ്സ് കോൾഡ് സ്പോട്ടിഫൈ റാപ്ഡ്. ഇത് വെറും ഒരു ഫൺ കോണ്ടന്റ് മാത്രമാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് ബ്രിട്ടൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതിന്റെ കണക്കുകൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. 2023 ടിക്ടോക്കിൽ മാത്രം #സ്പോട്ടിഫൈ റാപ്ഡ് എന്ന ഹാഷ്ടാഗിന് കിട്ടിയത് 73.7 ബില്യൺ വ്യൂസ് ആണ്. സാധാരണ കമ്പനികളൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ട് കോടികൾ മുടക്കുമ്പോൾ സ്പോട്ടിഫൈ ഒരു ചില്ലി കാശ് പോലും ഉപയോഗിക്കാതെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണിത്. കാരണം പരസ്യം ചെയ്യുന്നത് നിങ്ങളാണ്. ഇത് എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പോയിന്റ് നമ്പർ 1, ഈഗോ ബൈറ്റ്. മാർക്കറ്റിംഗിൽ ഒരു നിയമമുണ്ട്, പീപ്പിൾ ലൈക്ക് തിങ്സ് ദാറ്റ് ആർ അബൌട്ട് ദം. സ്പോട്ടിഫൈ നിങ്ങളുടെ ഒരു ബോറിംഗ് ഡാറ്റ വെച്ചിട്ട് അതൊരു സ്റ്റോറി ആക്കി തരുന്നു. എന്റെ ടേസ്റ്റ്, എന്റെ പേഴ്സണാലിറ്റി, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രൈഡ് തോന്നും. സോ വി വിൽ ബി ഇംപ്രസ്ഡ് ആൻഡ് ഷെയർ ദിസ് സ്റ്റോറി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗെയിമിഫിക്കേഷൻ ആൻഡ് ഐഡന്റിറ്റി. ലിസണിംഗ് പേഴ്സണാലിറ്റി, ടോപ്പ് 1% ഫാന്, ഇങ്ങനത്തെ ബാഡ്ജുകൾ അവർ തരുമ്പോൾ ഡാറ്റ ബോറിംഗ് ആണെങ്കിലും ഗെയിം എപ്പോഴും ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഷെയർ ചെയ്യുന്നു. പോയിന്റ് നമ്പർ 3, വൈറൽ കോണ്ടന്റ് ഡിസൈൻ. ഈ സ്ലൈഡുകളൊന്നും വെറുതെ ഉണ്ടാക്കിയാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, ബിഗ് ആയിട്ടുള്ള ഫോൺസ്, എല്ലാം വെർട്ടിക്കൽ ഫോർമാറ്റിൽ, അതായത് ഒപ്പം ഒരു 1 ടാപ്പ് ഷെയറിന് ഉതകുന്ന തരത്തിലുള്ളതാണ് ഇത്. മാർക്കറ്റിംഗിൽ ഇതിനെ എഞ്ചിനീയർഡ് വൈറാലിറ്റി എന്ന് പറയും. പോയിന്റ് നമ്പർ 4, ഫോമോ ആൻഡ് ഗ്രോത്ത്. എല്ലാവരും സ്റ്റോറി ഇടുന്നുണ്ട്, ഞാൻ മാത്രം സ്റ്റോറി ഇട്ടിട്ടില്ലല്ലോ സ്പോട്ടിഫൈ റാപ്ഡ്. അപ്പൊ ഇതില്ലാത്ത ആളുകൾക്ക് ഒരു ഫോമോ ആയിട്ട് തോന്നാം, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. തെളിവ് വേണം നിങ്ങൾക്ക്. 2020 ഈ ക്യാമ്പയിൻ നടന്ന ഒരൊറ്റ ആഴ്ച കൊണ്ട് സ്പോട്ടിഫൈയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് എന്ന് പറയുന്നത് 21% ആണ് ഇൻക്രീസ് ചെയ്തത്. പോയിന്റ് നമ്പർ 5, ബിൽഡിംഗ് ആൻഡ് ലോയാലിറ്റി. 28,000 മിനിറ്റ്സ് ലിസൺഡ്, 235 ന്യൂ ആർട്ടിസ്റ്റ്സ്. ദിസ് കൈൻഡ് ഓഫ് തിങ്സ് മേക്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ് റിമൈൻഡർ. അടുത്ത വർഷം ഇതിൽ നല്ല റാപ്പിഡ് വേണമെന്ന് നമ്മുടെ മൈൻഡ് നമ്മളോട് പറയും. അതിന്റെ ഫലമോ നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ തുടരും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സ്പോട്ടിഫൈനെ കണ്ടിട്ട് മാർക്കറ്റിംഗ് ലോകം പഠിക്കുന്നതും ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന വെബ് അവാർഡ്സ് ഒരുപാട് തവണ സ്പോട്ടിഫൈക്ക് കിട്ടിയിട്ടുള്ളതും. സോ അടുത്ത തവണ നിങ്ങൾ റാപ്പിഡ് ഷെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, യു ആർ നോട്ട് ജസ്റ്റ് എ സോങ് ലിസണർ, യു ആർ എ മെമ്പർ ഓഫ് ദെയർ ബിഗസ്റ്റ് മാർക്കറ്റിംഗ് ടീം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, നിങ്ങൾക്ക് ശമ്പളമില്ല എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇത്തവണത്തെ ടോപ്പ് ആർട്ടിസ്റ്റ് ആരാണെന്ന് കൂടെ കമന്റ് ചെയ്യുക.